നമസ്കാരം. നമുക്ക് ഒരു ഇന്ത്യൻ മസിലിനെ പരിചയപ്പെട്ടല്ലോ. ഒന്നുമില്ല അല്ലേ? ഈ മസിലല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഈ മസിലാണ്. എന്നുവെച്ചാ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടല്ലോ, അതായത് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കേറണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയേക്കണേ. അപ്പൊ ഇന്നൊരു നല്ലൊരു ദിവസമായിട്ടാണ് നമ്മൾ കരുതണേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് കാറുകളിലേക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു വണ്ടി ചെയ്യുന്നത്. അത് നമ്മൾ കുട്ടിക്കാലത്ത് കാണാനും കയറാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും അത്യാവശ്യം നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ ഇങ്ങനെ പഴയ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, എടാ ആ വണ്ടിക്കകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ വലിയ പണക്കാർ മാത്രമൊക്കെയാണ് ആ വണ്ടിക്കകത്ത് ഫുള്ള് യാത്ര ചെയ്യണത്, അങ്ങനെയുള്ള ഒരു വണ്ടിയാണ്. അതുപോലെ ഈ വണ്ടിക്കകത്ത് AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ആണ്, അതുപോലെ പവർ വിൻഡോ ആണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ പറയായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഇതെന്ന് വെച്ച് ഭയങ്കര നമുക്ക് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പൊ 1984 ഇങ്ങനൊരു വണ്ടി ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് ഇവരുടെ മെയിൻ ഒരു വണ്ടി അംബാസിഡർ ആയിരുന്നു. അപ്പോൾ 1984 എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ, നമ്മുടെ വണ്ടി രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നാണ്. നമ്മുടെ മാരുതി 800 ആദ്യമായിട്ട് ഇറങ്ങിയത് 1984. അപ്പൊ 84 മുതൽ ഏകദേശം 2002 വരെയാണ് വണ്ടികൾ ഇറങ്ങിയത്. അതായത് ഈ ഒരു വണ്ടി ഇറങ്ങിയത് കോണ്ടസ ഇറങ്ങിയത്. അപ്പൊ കോണ്ടസ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ലാലേട്ടനെ ചിലപ്പോൾ ഓർമ്മ വരുമായിരിക്കും അല്ലെ? ലാലേട്ടന്റെ ഒരു സിനിമയൊക്കെ ഉണ്ടല്ലോ കോണ്ടസിനെ കുറിച്ചൊക്കെ പറയണത്. അപ്പൊ എന്തായാലും ഇന്ന് നമുക്കൊരു അടിപൊളി ഒരു കോണ്ടസ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്ന നല്ല അടിപൊളിയാക്കിയ ഒരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് അവനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് തുടങ്ങിയേക്കാം അല്ലെ? അപ്പൊ വീഡിയോയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോവാണ്. അപ്പൊ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് ലോറിയും ബസ്സും ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കേട്ടോ ഒരു കാറിലേക്ക് തിരിയണേ. അപ്പം എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ കൂടെ തന്നെ ഉണ്ടായിരിക്കില്ലേ? അപ്പൊ നമുക്കിനി വണ്ടിയുടെ കാഴ്ച കണ്ടു തുടങ്ങിയേക്കാം. നമുക്കേ ഇവന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാഴ്ചകളങ്ങ് തുടങ്ങിയേക്കാം. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സാധാ മാറ്റങ്ങൾ ഒരു വരുത്താതെ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണെങ്കിൽ ഏകദേശം ഫ്രണ്ടിലൊക്കെ വെച്ചാൽ നമ്മുടെ മൂക്കുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ കൂർത്തിരുന്നിട്ട് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പൊക്കെ ആയിരുന്നു. ഫ്രണ്ടിൽ വലിയൊരു ബമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ണൊക്കെ ആണെങ്കിലല്ലോ, അതായത് കണ്ണെന്ന് ഉദ്ദേശിക്കുന്ന ലൈറ്റ്, അപ്പൊ 2 ലൈറ്റ് ഉള്ള വണ്ടിയാണ്. വെച്ചാൽ ഈ ഒരു സൈഡ് ലെഫ്റ്റ് സൈഡിൽ 2ഉം റൈറ്റ് സൈഡിൽ 2ഉം വെച്ചിട്ടുള്ള വണ്ടികളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് സ്ക്വയർ ലൈറ്റ് ഉള്ള വണ്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ഫ്രണ്ടൊക്കെ അടിപൊളി കുറെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ ആണെങ്കിലുള്ളൂ, ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ സെന്ററിലായിട്ട് HM എന്നൊരു ചെറിയൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്തേക്ക് അതെല്ലാം മാറ്റം വരുത്തിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പണിതേക്കുവാണ്. അപ്പൊ 2 ഹെഡ്ലൈറ്റുകൾ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രൊജക്ടറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആണെങ്കിലോ ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ഗ്രില്ലും കാര്യങ്ങളെല്ലാം മാറ്റാനുള്ളതാണ്. ഇപ്പൊ തൽക്കാലം ഇതിനകത്ത് കൊടുത്തേക്കണ ഇങ്ങനെ ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ വീണ്ടും കുറെ, അതായത് ഒരു വണ്ടിപ്രാന്തനെ സംബന്ധിച്ച് വണ്ടിയിൽ എപ്പോഴും എല്ലാ പണികളും ഫുള്ളി വെച്ചാൽ നമ്മളൊന്ന് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ അത് വേണ്ട, കുറച്ചും കൂടെ ഒന്ന് മാറ്റം വരുത്തണം, വീണ്ടും മാറ്റം വരുത്തണം എന്നിങ്ങനെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിന്ത തുടങ്ങുമല്ലോ. അപ്പൊ അങ്ങനെ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് വരുത്താവോ, എന്തൊക്കെ അടിപൊളിയായിട്ട്, അതായത് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഒരു യൂണിക്ക് വണ്ടി ആയിരിക്കണം. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ റൂട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഒരു വണ്ടിപ്രാന്തന്റെ മനസ്സിലുള്ളത്. അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കുമല്ലേ. ഇപ്പൊ ഏതൊരു വണ്ടി നോക്കിയാലും കുറച്ചും കൂടെ വീണ്ടും ചെയ്യണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ അങ്ങനെ മാറ്റങ്ങളൊക്കെ ഇനിയും വരുത്താനുള്ള വണ്ടിയാണ്. ഫ്രണ്ടിലെ ഗ്രില്ലും കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് കുറേ കൂടെ അടിപൊളിയായിട്ട് ആക്കാനുള്ളതാണ്. അപ്പൊ അങ്ങനെ ആക്കി കഴിയുമ്പോഴേക്കും നമ്മൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വണ്ടിയുടെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കളറാണ് കേട്ടോ. ബ്ലാക്ക് കളർ, നല്ല ഗ്ലേസി ആയിട്ടുള്ള അടിപൊളി ബ്ലാക്ക് കളറാണ് വണ്ടിക്കകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഈ വണ്ടിയൊക്കെ ഉള്ള സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ കണ്ടുകൊണ്ടിരുന്ന വണ്ടി ഫുള്ള് വൈറ്റ് കളർ, 2 ഹെഡ്ലൈറ്റ്, അത്യാവശ്യം നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിക്കുള്ള ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു വണ്ടി, പ്രീമിയം വണ്ടി. പിന്നെ നമ്മൾ പറഞ്ഞൊക്കെയാണല്ലോ മസിൽ കാർ എന്നൊക്കെ പറഞ്ഞ്, അതായത് ഒരു 96-ലുള്ള കിഡ്സ് എന്നൊക്കെ പറയില്ലേ, അവരൊക്കെയാണല്ലോ പറഞ്ഞാണല്ലോ മസിൽ കാർ എന്നുള്ള പേര് വന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഒരു പ്രീമിയം വണ്ടി തന്നെയായിരുന്നല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ആണെങ്കിലും ഫ്രണ്ടിലാണെങ്കിൽ അപ്പൊ ഇത്ര മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പിന്നെ അടിയിൽ ഒരു ലിപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോൾ തന്നെ ഉള്ളൂ അടിപൊളിയാണ്. റൂട്ടിലൊക്കെ നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോഴല്ലോ സട്ടനായിട്ട് ഓപ്പോസിറ്റ് വന്ന ആൾക്കാരും എല്ലാവരും പെട്ടെന്ന് വണ്ടിയിലേക്ക് ഒരു ശ്രദ്ധ, ഇത് ഏതാ വണ്ടി എന്നുള്ള രീതിക്ക് ശ്രദ്ധയൊക്കെ ആകർഷിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഈ ബോണറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തേക്കണല്ലോ. ശരിക്കും എൻ്റെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഒരു 3 ലൈൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെൻട്രലായിട്ട് ഒരു ലൈൻ മാത്രമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് നോക്കാം. അപ്പൊ ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അലോയും കാര്യങ്ങളൊക്കെ ഉണ്ടോ. BMW ഒരു അലോയും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കകത്ത് കൊടുത്തേക്കാൻ കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓട്ടത്തിലൊക്കെ ആണെങ്കിലും നല്ല രസമാണ് അലോയ് ഉടനെ കാണാനായിട്ട്.
പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ വീലാർച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല 18 ഇഞ്ചിൻ്റെ വലിയ ടയറാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലേക്ക് വരുവാണെങ്കിൽ 19 ഇഞ്ചിൻ്റെ ടയറാണ് മറ്റേ. പിന്നെ അപ്പോൾ ഈ ഒരു സൈഡിലെ വ്യൂ നോക്കി ഒരു രക്ഷയില്ല അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ കൊടുത്തേക്കുന്ന മിററൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ബുള്ളറ്റിൻ്റെയാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ മാറ്റം വരുത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ വൈപ്പറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഈ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, ഇവിടുത്തെ ഒരു സൈഡിലൊരു ഷേപ്പ് നോക്കി, ഇവിടെ ഒരു ലൈൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ചാച്ചകത്തേക്ക് വന്നേക്കേണ്ട ഒരു ഷേപ്പ് അല്ലേ. നമുക്കിനി അവിടെ നിന്ന് നേരെ വണ്ടിയുടെ പുറകെ സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഈ പുറകിലൊക്കെ ആണെങ്കിലും വലിയൊരു ഏരിയയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ സൈഡിലേക്ക് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ നോക്കി. പിന്നെ അവിടെ നിന്ന് നേരെ പുറകോട്ട് നോക്കി, പുറകിലേക്ക് രക്ഷയില്ലാത്ത ലുക്ക് കേട്ടോ. പുറകിൽ വന്നേക്കണേ ലൈറ്റുകളെല്ലാം കൊടുത്തേക്കണ്ടില്ലേ. അപ്പോൾ ശരിക്കും ഒരു വണ്ടിക്കകത്ത് സ്റ്റോക്ക് കണ്ടീഷൻ വരുന്ന വണ്ടിക്കകത്ത് ഇവിടെ ആയിട്ട് കോണ്ടസ എന്നും ഒരു ക്ലാസിക്കും എന്നൊരു ചെറിയൊരു ബഡ്ജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇതിൽ നമ്മൾ 3 ലൈറ്റ്, ഈ സൈഡ് 3 ലൈറ്റും ആ സൈഡിൽ 3 ലൈറ്റുമായിട്ടാണ് കൊടുത്തേക്കണേ. എന്തായാലും ആ കൊടുത്തേക്കണ ലൈറ്റൊക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്, അടിപൊളിയായിട്ട് തന്നെ കൊടുത്തേക്കണേ. പിന്നെ അവിടെ നിന്ന് ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറ സൈഡിലേക്ക് കണ്ട പോലെ തന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ മൗത്ത് വരുന്നത്. അപ്പോൾ അതേ നമ്മുടെ ബാക്കിലേക്കാണെങ്കിലും വർക്ക് ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. ഇനി ഒരുപാട് മാറ്റങ്ങളും അതും അടിപൊളിയായിട്ട് വരുത്താനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കൊടുത്തേക്കണ ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ അല്ലേ കൊടുത്തേക്കണൊക്കെ. നമുക്ക് ഇതിൻ്റെ ബാക്കിലെ ബൂട്ട് സ്പേസ് ഒന്ന് കാണാം. ജസ്റ്റ് താക്കോലിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ 2 സൈഡിലും ഷോക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ പോകും. അത്യാവശ്യം നല്ല വെയിറ്റ്, ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല, നല്ല വെയിറ്റാണ്. പിന്നെ അതെ ഇവിടെ ബാറ്ററി കാര്യങ്ങളെല്ലാം ബാക്കിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ആമ്പും സബും കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്ററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബാക്കിലെ കാഴ്ചകളുള്ളത്. അപ്പോൾ നമുക്കിതങ്ങ് ഇനി ക്ലോസ് ചെയ്തേക്കാം. ഇനിയും കുറേ കാഴ്ചകളെല്ലാം നമുക്ക് കാണാനുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് നേരെ ചെന്നിട്ട് ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് തുറക്കാം അല്ലേ. നമുക്കിനി അടുത്തായിട്ട് ഇവൻ്റെ എഞ്ചിനൊന്ന് കാണാം. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലേക്ക് വണ്ടി ഇറങ്ങിയ സമയത്ത് 1.6 ലിറ്ററിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് നാൾ വണ്ടി ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് അധികം ആൾക്കാരങ്ങ് എടുക്കാതെ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഇപ്പോൾ എഞ്ചിന് പവർ കുറവാ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അന്നേരം അത് കഴിഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്തു, വീണ്ടും എഞ്ചിൻ അങ്ങോട്ട് മാറ്റി ഇറക്കിയത് 2 ലിറ്റർ എഞ്ചിനായിരുന്നു. അങ്ങനെ 2 ലിറ്റർ എഞ്ചിൻ വന്നു കഴിയുമ്പോഴേക്കും പിന്നെ വണ്ടിക്ക് മുടിഞ്ഞ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമ്മുടെ എഞ്ചിൻ വേർന്ന് കാണാം. അപ്പോൾ അതിനായിട്ടുള്ളൂ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഈ ഡിക്കി ഷോക്ക് പോലത്തെ ഈ ഷോക്കെല്ലാം കൊടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് പൊക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് നോക്കിയാൽ ഇതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കിനി എൻ്റെ എഞ്ചിനൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എഞ്ചിനൊക്കെ വന്നേക്കണേ ഇസുസുവിൻ്റെ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് അല്ലേ. നമ്മുടെ മറ്റുള്ള വണ്ടിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് കവറും കാര്യങ്ങളെല്ലാം വെച്ച് മൂടി വെച്ചേക്കുമായിരിക്കും, അതായത് പുതിയ വണ്ടികളിലൊക്കെ. പക്ഷേ ഈ വണ്ടിയിലൊക്കെ നോക്കി എല്ലാത്തിനും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. എന്നുവെച്ചാൽ വണ്ടിക്ക് ടോട്ടലായിട്ട് ലെങ്ത് നോക്കുകയാണെങ്കിൽ നല്ല നീളമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും എഞ്ചിനൊക്കെ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു വർക്കും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കയ്യും ഒക്കെ ഇട്ട് പണിയാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്നുവെച്ചാൽ മറ്റുള്ള ഇപ്പോൾ പുതിയ വന്ന വണ്ടിക്കകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ മാറ്റണമെന്ന് കൈ ഇടാൻ പോലും ചിലപ്പോൾ കൈ ഒന്ന് കയറാത്ത ഒരു അവസ്ഥ വരെയൊക്കെയാണല്ലോ വന്നേക്കണേ. അപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ വന്നേക്കണ ഫുള്ള് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇവിടേക്ക് ഒരു ബാറ്ററിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ, 2 ലിറ്റർ എൻജിനാണ് കേട്ടോ. നമുക്കതേ നമ്മുടെ ബോണറ്റ് അങ്ങ് താത്തി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അകത്തേക്ക് കയറാം. അകത്തെ ഇൻറ്റീരിയലും കാര്യങ്ങളെല്ലാം കാണണ്ടേ. അപ്പോൾ ദേ നമുക്ക് ആദ്യം തന്നെ ബാക്കിലേക്കൊന്ന് കയറിയേക്കാം അല്ലേ. അപ്പോൾ ബാക്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ് യാത്ര ചെയ്യാൻ എന്നൊക്കെയാണ് അന്നേരമൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇങ്ങനൊരു വണ്ടിക്ക് അകത്തൊക്കെ കയറിയിരുന്ന് കുറച്ച് യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചതാണ്. പക്ഷെ അന്നേരം ഒന്നും സാധിച്ചില്ല. പക്ഷേ ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു അടിപൊളി ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഈ വണ്ടിക്ക് അകത്തൊക്കെ ഒന്ന് കയറാൻ പറ്റി. നമുക്കൊന്ന് വണ്ടിയൊക്കെ ഓടിച്ചൊക്കെ നോക്കണം. അപ്പം നമുക്ക് നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരുന്ന്, അത്യാവശ്യം വണ്ടിക്ക് നല്ല സ്പേസ് ഉണ്ടല്ലോ. തലയൊക്കെ ആണെങ്കിലും ഇടിക്കൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലേക്കാണല്ലോ നമുക്കൊന്ന് വണ്ടി വളമൊക്കെ വീശുമ്പോഴേക്കും നമ്മൾ സൈഡിലേക്ക് ചെരിഞ്ഞൊന്നും പോകില്ല, നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. അപ്പോൾ സീറ്റും കാര്യങ്ങളെല്ലാം മാറ്റി കയറ്റിയതാട്ടോ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ കൈയൊക്കെ വെച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. കൈയൊക്കെ വെച്ച് ഇങ്ങനെ ലാവിഷായിട്ടൊക്കെ ഇരുന്ന് 4 പേർക്കൊക്കെ അടിപൊളിയായിട്ട് യാത്ര ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഫിനിഷിംഗ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇനിയും കുറേ മാറ്റങ്ങളെല്ലാം വരുത്താനുണ്ട്.
ഇവിടെ സൺറൂഫും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ തുറക്കത്തില്ല, പക്ഷെ തുറക്കുന്ന രീതിക്ക് ആക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഇൻറ്റീരിയൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ, നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരിക്കാം. അപ്പോൾ ഫ്രണ്ടിലെ സീറ്റിലെ ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ നോക്കി, അടിപൊളിയിൽ നോക്കി. ഒരുപാട് മാറ്റങ്ങൾ ഇതിൻ്റെ അകത്തും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നേരത്തെ ഫസ്റ്റ് വന്നുകൊണ്ടിരുന്ന വണ്ടിക്കകത്തേക്കാണ് ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാകുന്നല്ലോ. അപ്പോൾ അതിലൊക്കെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ഗിയർ നോബൊക്കെ നോക്കി, അടിപൊളി അല്ലേ. നമുക്ക് നേരെ ഇനി അതിൻ്റെ അകത്തേക്ക് കയറിയാം. അപ്പോൾ നമുക്കിനി വണ്ടിയുടെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഡോറിലൊക്കെയാണല്ലോ ഫുള്ള് പവർ വിൻഡോ കാര്യങ്ങളൊക്കെയാണ്, അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം ഈ കൊടുത്തേക്കണെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സീറ്റ് ഉണ്ടല്ലോ, ഇത് ഇലക്ട്രിക് സീറ്റാണ്. ഇവിടുത്തെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലാണ്. ഇപ്പോൾ സൈഡിൽ വെച്ചിരിക്കുന്നത് മാനുവലാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നോക്കി, ആ 2 സ്പോക്കോട് കൂടിയിട്ടുള്ള അടിപൊളി സ്റ്റിയറിംഗ് മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ. ആ സ്റ്റിയറിംഗ് വെച്ചാൽ വളരെ കട്ടി കുറഞ്ഞ ഒരു സ്റ്റിയറിംഗ്. ഈ 2 സൈഡിലും ഓണ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് HM എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ അകത്ത് ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഫുള്ള് ഇൻറ്റീരിയറിലൊക്കെ ആണെങ്കിൽ നല്ല മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങൾ, ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം അതിൻ്റെ സ്വിച്ചുകളൊക്കെ ഈ വരുന്നതാണ്, നമ്മുടെ പോളോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ 2 സൈഡിലായിട്ടും 2 ലിവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെ ഈ ഒരു ലിവറൊക്കെ ഉണ്ടല്ലോ, ആ പഴമയെ സൂചിപ്പിക്കുന്ന അടിപൊളി ലിവർ, ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇവൻ്റെ താക്കോലൊക്കെ ആണെങ്കിലും താക്കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാവി മൊത്തം സെറ്റ് എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അത് നേരത്തെ വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ നമുക്കിങ്ങനെ താക്കോൽ സൈഡിൽ നിന്നിട്ട് അടിയിൽ ഒരു സ്വിച്ചോട് കൂടിയിട്ട് സ്വിച്ചെ പിടിച്ചിങ്ങനെ ഞെക്കിയിട്ട് താക്കോൽ ഊരുന്ന ടൈപ്പ് ആയിരുന്നല്ലോ. അപ്പം അതെല്ലാം മാറ്റം പോകുന്നുണ്ട്. പിന്നെ അത് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഗിയറിൻ്റെ നോബ് വന്നിരിക്കണേ. അപ്പം നമ്മുടെ കാറുകളിലെ പോലെ തന്നെ അതായത് ആ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇവിടെ ഏറ്റവും ടോപ്പ് വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സും വരും. അപ്പോൾ എന്തായാലും ഈ നോബൊക്കെ കൊടുത്തേക്കണേ അടിപൊളിയായിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു പോർഷൻ ഈ വന്നേക്കണെയാണ്. നമുക്കത് ഇവിടെ ഒരു അത്യാവശ്യം സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് ഇവിടെ സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ നമ്മുടെ AC-യുടെ സ്വിച്ച് ഈ വന്നേക്കണെയാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ AC ആയി. അപ്പോൾ AC ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. നമുക്കിനി കുറച്ച് വണ്ടി റണ്ണിങ് ഷോട്ടും കാര്യങ്ങളെല്ലാം കാണാം. അന്നേരം കുറച്ച് കാര്യങ്ങളും കൂടെ വണ്ടിയുടെയൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ക്ലസ്റ്ററും കാര്യങ്ങളെല്ലാം അംബാസഡറിൻ്റെ ക്ലസ്റ്ററും കാര്യങ്ങളാണ് കേട്ടോ. അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഫ്യൂവല്, പിന്നെ ഓഡോമീറ്റർ, പിന്നെ ഇപ്പറേ വണ്ടിയുടെ ടെമ്പറേച്ചർ. അതുപോലെ അപ്പോൾ നമുക്കിനി അടുത്ത് നമ്മുടെ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലേറ്ററിൻ്റെ ഒക്കെ പോർഷൻ നോക്കാം. അത്യാവശ്യം ഉള്ളൂ, അതേ കാലൊക്കെ നമുക്ക് നീട്ടി വെച്ച് ലാവിഷായിട്ട് ഇരിക്കുക കേട്ടോ. വെച്ചാൽ കാലും മടക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലൊക്കെ ക്ലച്ചിൻ്റെ പെഡലൊക്കെ വന്നേക്കണം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇവൻ്റെ എൻജിൻ്റെ സൗണ്ട് നോക്കണ്ടേ, അത് കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് താക്കോല് നമ്മളൊന്ന് ഓണാക്കിയിട്ട് എല്ലാം ഓണാവാനുള്ളൊരു സമയം കൊടുക്കണം. ഇത് ഇവിടെ ഒരു സാധനമുണ്ട് കണ്ടോ, അത് ആ ലൈറ്റ് ഒന്ന് കെട്ട് കഴിഞ്ഞാലാണ് നമുക്ക് വണ്ടി അടിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അടിക്കാം. അപ്പൊ എഞ്ചിന്റെ സൗണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, സെറ്റല്ലേ? ഒന്ന് റേസ് ചെയ്യാവേ. പുറത്തുനിന്ന് കൊണ്ടുള്ള സൗണ്ട് കേൾപ്പിക്കാട്ടോ. അപ്പൊ നമ്മളെ ആദ്യമായിട്ടാണ് ഒരു കോണ്ടസ് ഓടിച്ചു നോക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഓടിച്ചു നോക്കാം. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. അപ്പൊ വണ്ടി ഓടിക്കാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയാണ് കേട്ടോ. പവർ സ്റ്റിയറിംഗ് അല്ല, പവർ സ്റ്റിയറിംഗോടെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഇനി പതുക്കെ പവർ സ്റ്റിയറിംഗ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഓടിച്ചിട്ടാണെങ്കിൽ എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടിയാണെങ്കിൽ നല്ല കംഫർട്ടാണ്, അടിപൊളിയാണ്.
നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ആവശ്യമായിട്ട് വണ്ടി ഓടിക്കാം. വണ്ടിയുടെ ആ സൗണ്ട് ഉണ്ടല്ലോ, അത് കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട് സൗണ്ട് കേട്ടോ, എഞ്ചിന്റെ സൗണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ അതെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി ഒന്ന് നിർത്തിയതാണ്. പക്ഷേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും കുറേ ആൾക്കാർ സൈഡിൽ നിന്ന് മുന്നിൽ നിന്നും എല്ലായിടത്തു നിന്ന് ഫുള്ള് ഫോട്ടോ എടുക്കില്ല കേട്ടോ. വണ്ടി പണിത് എവിടെയാണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ചോദിക്കില്ല. എന്തായാലും ഒരു അതിശയമായിപ്പോയി കേട്ടോ. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മാതിരി ഫാൻസ് കേട്ടോ വണ്ടിക്ക്, ഒരു രക്ഷയില്ല. വണ്ടി കാഴ്ചയിലും ഭയങ്കര രസമല്ലേ. അപ്പോൾ വണ്ടിയുടെ ഹിസ്റ്ററി, അത്യാവശ്യം വണ്ടീനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കയറി വായിച്ച് നോക്കുക. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കിയിട്ട് ഒരു രീതിക്കും പിടിയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മളവിടെ നോട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെ ഇത്രയൊക്കെയാണ് കേട്ടോ ഇവൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് ബസ്സും ലോറിയും കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് കാറിലേക്ക് കടന്നപ്പോഴേക്കും കുറേ പേർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. നമ്മളെ ശരിക്കും ഒരു സംരംഭകൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേഞ്ചാണ് കോമ്പറ്റീറ്റർ. അതായത് നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അത്യാവശ്യം കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് കാറിൻ്റെ ഒക്കെ ചെയ്യാത്തത്, കാറ് ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയൊക്കെ ലേറ്റ് ആയത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഇതുപോലുള്ള കാറുകൾ, അടിപൊളി കാറുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും, കാറും ബൈക്കും ഒക്കെ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പരിപാടിയായിട്ട് നടക്കുവാണ്. എന്തായാലും ഈ പരിപാടി നിർത്താനൊന്നും പോകുന്നില്ല എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബസ്സും ലോറിയും ഒക്കെ ഒരുപാട് ഇല്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വണ്ടികളുണ്ട്, പക്ഷേ എല്ലാം ഒരു മോഡൽ ഇറങ്ങുകയാണെങ്കിൽ ആ മോഡൽ തന്നെയാണല്ലോ ഏറ്റവും കൂടുതലൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിന്ന് വണ്ടി വിട്ടു തന്നാൽ നമ്മുടെ ആഷിഖ് ബ്രോയ്ക്കും അതുപോലെ തന്നെ ഇവരുള്ള കല്യാണത്തിന്റെ ഇവന്റ് കാര്യങ്ങൾക്കൊക്കെ വണ്ടി കൊടുക്കാറുണ്ട്. അപ്പം വണ്ടി വേണമെങ്കിൽ നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിന്ന് വണ്ടി വിട്ടു തന്ന നമ്മുടെ ആഷിഖ് ബ്രോയ്ക്കും അതുപോലെ അക്ഷയ് ബ്രോ, അപ്പോൾ നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത് തന്ന നമ്മുടെ അമൽ മച്ചാൻ, അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ കൂടെ തന്നെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വാഹനങ്ങളുടെ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അരുൺ അടിമാലിക്കാരൻ. ബൈ ബൈ.